ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനും മിത്രയും കൂടി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ദേവിയുടെ മുമ്പിൽ നിന്നും ഓടി ബൈക്കിൽ കയറി പോവാണ്. അപ്പം ദേവിയാണെങ്കിൽ ആഹാ ഇത് കൊള്ളാലോ, ഇതെന്തു പറ്റി ഇത്രയും വെപ്രാളത്തിൽ ഇവരിത് എങ്ങോട്ട് പോകുന്നതാ, എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ദേവിക്ക് വല്ലാത്തൊരു സംശയമുണ്ട്. അത് വേറെ കാര്യം. ദേവിക്ക് ഗുരുവായൂരിന്റെ കാര്യത്തിൽ സംശയം, ആര്യന്റെ കാര്യത്തിൽ സംശയം, മിത്രയുടെ കാര്യത്തിൽ സംശയം, മീനാക്ഷിയുടെയും ആകാശിന്റെയും ഒക്കെ കാര്യത്തിൽ ആകെ മൊത്തം സംശയം തന്നെയാണ്. അപ്പൊ ഇവര് നേരെ വണ്ടിയെടുത്ത് ചെന്ന് ചാടുന്നത് നമ്മുടെ ബാലന്റെ മുമ്പിലാണ്. അപ്പൊ ഇവരുടെ വെപ്രാണവും പരവേശവും ഒക്കെ കണ്ടപ്പോൾ ബാലന് ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ബാലനെ കണ്ടത് ഒരു പെട്ടെന്ന് വണ്ടി നിർത്തി. അപ്പം ചോദിച്ചു, ഇന്ന് കോളേജിലല്ലോ, പിന്നെ നിങ്ങൾ എവിടെ പോവാ മക്കളെ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാണ്, ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന്റെ വീടുണ്ട്, അങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ബാ നമുക്കൊരു ജ്യൂസ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ ഹേയ് വേണ്ട, ജ്യൂസ് ഒന്നും ഇപ്പം വേണ്ട, ഞങ്ങൾ പോവുക, തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോവാ. അപ്പൊ ഇവരുടെ ഈ തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലനും ചെറിയൊരു സംശയം, ഇനിയിപ്പോൾ ഇവർ എങ്ങോട്ട് പോകുന്നതായിരിക്കും, ഇവരെവിടെ പോകുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന്. ഈ സമയം പിന്നെ നമ്മുടെ ബാലൻ നേരെ കയറി ചെല്ലുകയാണ് കടയിലേക്ക്. അപ്പം ധർമ്മൻ അവിടെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ രാമേട്ടനും ഒക്കെ അവിടെ ഉണ്ട്. ഏതായാലും ബാലനെ കണ്ട ഉടനെ അളിയൻ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ രാമേട്ടനോട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലൻ കയറി അകത്തിരുന്നപ്പോഴത്തേക്കും അവിടെ ആകാശം ഉണ്ട് കേട്ടോ. അപ്പൊ ആകാശിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അത് വേറെ ആരും അല്ലാട്ടോ വിളിക്കുന്നത്. അത് ആരായിരിക്കും വിളിക്കുന്നത്? നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ തന്നെയാണ്. അപ്പം ആ ഒരു കോള് പെട്ടെന്ന് നമ്മുടെ ബാലൻ എടുക്കുക. അത് ബാലന്റെ ഫോണിലേക്കാട്ടോ വരുന്നത്. ആകാശ് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. സോറി, അതാണ് സംഭവം. ആകാശ് ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. ആകാശിനൊരു പേടി ഫോൺ വിളിച്ചിട്ട് എടുക്കാനായിട്ട്. അപ്പൊ കടയിൽ ഫോൺ യൂസ് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ബാലൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആകാശ് ഫോൺ എടുത്തില്ല. അതുകൊണ്ടാണ് അവര് ബാലന്റെ ഫോണിലേക്ക് വിളിച്ചത്. അങ്ങനെ ബാലൻ ഫോൺ എടുത്തു. ഹലോ എന്ന് വെച്ചപ്പം ഇത് ഞാൻ മീനാക്ഷിയുടെ അച്ഛനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ബാലൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാലൻ ചോദിച്ചാ എന്താ കാര്യം? അത് പിന്നെ ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചാല് ഈ കടയുള്ള സമയങ്ങളിലൊന്നും ഞാൻ കോൾ എടുക്കാറില്ല, ഞാൻ ആരുമായിട്ട് സംസാരിക്കാറില്ല. അല്ല പിന്നെ എന്തിനാ ഇപ്പം ബാലൻ ഫോൺ എടുത്തത്? അത് ഇപ്പം ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യരുത്. ആകാശ് ഇവിടെ കടയിൽ നിന്ന് ജോലി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഓ ഇത് വലിയ ശല്യാണോ? എങ്കിൽ ആയിക്കോട്ടെ ബാലൻ ഇപ്പം തൽക്കാലം ആകാശിന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാൻ, എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് അവസാന കോളിംഗ് ആയിരിക്കണം. ഇനി കടയിൽ വെച്ച് സംസാരിക്കാനോ കടയിൽ വെച്ച് ഫോൺ ചെയ്യുമ്പോൾ എടുക്കാനോ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ബാലൻ ആകാശിന് കൊടുക്കുന്നത്. അങ്ങനെ ആകാശം മേടിച്ചിട്ട് എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ മോനെ നീ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരുമോ, ഒരു കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ആകാശ് പറഞ്ഞു നോക്കട്ടെ, ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അത് പിന്നെ എന്നെ അവിടം വരെ വിളിച്ചിട്ടുണ്ട്, എന്തിനാന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലന് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബാലന് വിടാനൊന്നും താല്പര്യമില്ല. പക്ഷെ ധർമ്മനും അതുപോലെ തന്നെ നമ്മുടെ ബാലേട്ടനല്ലല്ലോ രാമേട്ടനും കൂടി ചേർന്ന് പറയുകയാണ്, ഒരു കാര്യം ചെയ്യേ, അവനെ വീട്, എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചായിരിക്കുമല്ലോ, അവനെ വിടാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ നിർബന്ധപ്രകാരമാണ് നമ്മുടെ ആകാശിനെ അങ്ങോട്ടേക്ക് വിടുന്നത്. അപ്പൊ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ മിഥുനെ കാണിക്കുന്നുണ്ട്. മിഥുനാണെങ്കിൽ വെൽ പ്ലാൻ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ മിത്രേനെയും കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും പോയേ പറ്റൂ. അപ്പൊ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ പ്ലാനുകൾ പറയാണ് കേട്ടോ. അവളേതായാലും ഇന്ന് എൻ്റെ കൂടെ വരും, ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടും. പിന്നെ അലോഹിന്റെ കാര്യം അറിയാലോ, അവനിപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് ആര്യനോടുള്ള ദേഷ്യം കൊണ്ടാണ്, അല്ലാതെ മിത്രയോട് ദേഷ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ മിത്രനെ തട്ടിക്കൊണ്ട് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ് കാര്യം. ഇപ്പൊ നമ്മുടെ അലോഹ് ഇതിന്റെ കൂടെ നിൽക്കുന്ന കാര്യം തന്നെ നമ്മുടെ ആര്യനോടുള്ള ശത്രുത കൊണ്ടാണ്. അപ്പം നമ്മുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നീ എന്നെ പെടുത്തി കളയരുത് കേട്ടോടാ, നീ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടന്നേക്കാം, ലാസ്റ്റ് ഞാൻ പെട്ടുപോകരുതെന്ന് പറയുമ്പം നിന്നെ ഞാൻ അങ്ങനെ പെടുത്താനൊന്നും പോകുന്നില്ല, ഞാൻ അവളുമായിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, എനിക്ക് അവളെ വേണം, എനിക്ക് അവളെ ഇന്ന് കിട്ടും എന്ന് ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മുടെ മിഥുൻ നിൽക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ആര്യനെയും മിത്രനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിത്ര പെട്ടെന്ന് വണ്ടി നിർത്താൻ പറയാം. എന്നിട്ട് ആര്യനോട് പറയുന്നുണ്ട്, സമയം അടുക്കുന്തോറും എനിക്ക് പേടിയാവും ആര്യ, എന്തായി തീരുന്ന എനിക്ക് അറിയില്ല. ഇതിലോ ഒരു സാഹചര്യത്തിലൂടെയൊന്നും ഞാൻ കടന്നു പോയിട്ടില്ല, ഇതിനപ്പുറം കടന്നു പോയിട്ടുണ്ടെങ്കിലും
അന്നൊക്കെ എൻ്റെ മുമ്പിൽ മരണം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുപോലും ഇല്ല. ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ധൈര്യം കൊടുക്കുന്ന ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനിടയ്ക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവി നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലാണ്. അപ്പം ദേവിയുടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാ. ഇങ്ങനെയാണ് നമ്മുടെ ഗോമതി സ്റ്റോർ കൈവിട്ട് പോകുന്ന തോന്നുന്നത്. ആകാശിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആകാശ് അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയുടെ അച്ഛൻ. അതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ നടക്കില്ല സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യമായിട്ട് എനിക്ക് ചിരിയാ വരുന്നത്. അത് നമ്മുടെ കടയല്ല, അത് ബാലച്ചന്റെ കടയാണ്. അപ്പൊ അവർക്ക് അത് തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. നമുക്ക് എന്തിരുന്നിട്ടാ, നമുക്ക് എന്ത് കണയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ദേവി ചോദിച്ചപ്പോഴത്തേക്കും അത് നിന്റെ കഴിവ് പോലെ ഇരിക്കും. നീ ആനന്ദിനോട് പറഞ്ഞ ആ ഗോമതി സ്റ്റോർ എങ്ങനെയെങ്കിലും എഴുതി മേടിക്കാൻ നോക്കെന്റെ മോളെ. നിന്റെ കെട്ടിയവൻ വെറും പൊട്ടനായിപ്പോയി, പൊട്ടൻ. അതുകൊണ്ടാ. അല്ലാതെ എന്താ പറയുക, കടിഞ്ഞൂൽ പൊട്ടനാ നിന്റെ കെട്ടിയോന്. അല്ല, എന്തിനാ ആനന്ദേട്ടന് വെറുതെ പറയുന്നത്? ആനന്ദേട്ടൻ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കാറുള്ളൂ. ബാലച്ചന്റെ കൂടെ എപ്പോഴും ആനന്ദേട്ടൻ നിൽക്കാറുള്ളത്. അച്ഛൻ പറയുന്നതല്ല കേൾക്കേണ്ടത്, ഇനി നീ പറയുന്നതാ കേൾക്കേണ്ടത്. ഞാൻ പറയുന്നത് കേട്ടത് തന്നെ. ഇതാ പറഞ്ഞത് നിനക്ക് കഴിവില്ലെന്ന്. എടി, നിനക്ക് ആ സ്വത്തുക്കളൊക്കെ കൈ കിട്ടണമെങ്കിലേ കഴിവ് വേണം. പിന്നെ നമ്മൾ കല്യാണം നടത്തിയത് ഒരേ ഒരു കാര്യത്തിനാ, ആ ഗോമതി സ്റ്റോർ കയ്യിൽ വരണം നമ്മുടെ. അതിനുവേണ്ടിയല്ലേ നമ്മൾ ഈ കല്യാണം നടത്തിയത്. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ജീവിതമൊന്നും ഇതിൻ്റെ ഇടയിൽ കാര്യമല്ലേ അച്ഛൻ അമ്മയും ചോദിക്കുമ്പോൾ, മോളെ നിന്റെ ജീവിതം സേഫ് ആകാനല്ലേ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറയാം. അപ്പോഴാണ് നമ്മുടെ ദേവി പറഞ്ഞത്, അതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നേ വെപ്രാളപ്പെട്ട് എവിടെയോ പോയി ആര്യനും ഇത്രയും. അത് എവിടെയാണെന്ന് അറിയത്തില്ല, എന്തോ ഗുലുമാല് കേസുണ്ട്. അവരെന്തോ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആണോ? ആ പ്രശ്നം എന്താ? അതെന്താണെന്ന് അറിയില്ല, ഏതായാലും അത് ഞാൻ കണ്ടുപിടിക്കും. എന്തോ ഗുരുവായൂരായിട്ടോ അവരുടെ കല്യാണമായിട്ടോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് അവരുടെ ജീവിതത്തിൽ. ആരും അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ. മോളെ, എങ്കിൽ പിന്നെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാൻ ഈ ദേവി മിടിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യണം, ഇതെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കണം. പെട്ടെന്ന് കണ്ടുപിടിച്ച് മോൾ ആ വീട്ടിലെ താരമായിട്ട് മാറണം. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ആ വീട്ടിൽ നിന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല, പോട്ടെ. നീ ആ വീട്ടിൽ നിന്ന് പോകരുത്. ഗോമതി സ്റ്റോർ കയ്യിലാക്കുന്നവരെ തഞ്ചത്തിൽ ബാലനെ കയ്യിലെടുത്ത് മോൾ അവിടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലന് പറയുന്നുണ്ട് കേട്ടോ, ധർമ്മനോടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട് ആര്യന്റെയും മിത്രയുടെയും ജീവിതത്തിൽ. അവർ തമ്മിൽ എന്തോ ഒരു ചെറിയ ടെൻഷനുണ്ട്. അവരുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ ധർമ്മ എന്ന് പറയുമ്പം. അത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. 2-3 ദിവസമായിട്ട് ആ കൊച്ചിന് എന്തോ വെപ്രാളവും പേടിയൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇവർക്കും ചെറിയ സംശയമുണ്ട് നമ്മുടെ മിത്രയുടെ ആ ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. അപ്പം ഈ സമയത്താണ് നമ്മുടെ ആകാശ് നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആകാശിനെ കാത്തിരിക്കുന്ന വലിയൊരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ. അവിടെ ചെല്ലുന്ന ഉടനെ തന്നെ എന്താ അച്ഛൻ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മയോട് പറയാണ്, അല്ല അച്ഛൻ്റെ അമ്മയോടല്ല, മീനാക്ഷിയുടെ അമ്മയോട് പറയാണ്, നീ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ എന്തോ എടുത്തുകൊണ്ട് വരാൻ പോകുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നു. അത് കഴിയുമ്പോൾ ഒരു കാറ് കാണിക്കുകയാണ്. ഈ കാറ് മോന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ടു, നല്ല കാറാണല്ലോ. പുതിയതാണോ അച്ഛാ? പുതിയതാ. ഈ കാർ പക്ഷെ എനിക്കുള്ളതല്ല കേട്ടോ, ഇതെന്റെ മരുമകനുള്ളതാ. നിനക്കുള്ളത് ഇന്നാ താക്കോല് പിടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ താക്കോൽ എടുക്കാനാണ് നമ്മുടെ മീനാക്ഷിയുടെ അമ്മ പോയത്. അങ്ങനെ ആ താക്കോല് നമ്മുടെ ആകാശിന് കൊടുക്കാണ്. ആകാശാണെങ്കിൽ വണ്ടറടിച്ചു പോയിട്ടോ. ഇത്രയും വലിയൊരു കാറ് സ്വന്തമാക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നമ്മുടെ ആകാശ്. അപ്പൊ ഈ ഒരു കാറ് കിട്ടാന്ന് പറയുമ്പോഴേ ഇതിനിടയിൽ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ ബാലനെ കുറിച്ച് കുറ്റമൊക്കെ പറയുന്നുണ്ട്. അത് ആകാശ് കേൾക്കുന്നില്ല. ആകാശ് കേൾക്കാതെയാണ് നമ്മുടെ മീനാക്ഷിയുടെ അമ്മയോട് കുറ്റം പറയുന്നത്. അയാളുടെ സ്വഭാവം ഒരു മുരട് പിടിച്ച സ്വഭാവമാണ്, ആ സ്വഭാവം ഞാൻ മാറ്റി കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ബാലന്റെ സ്വഭാവം അത്രയ്ക്ക് പിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. ബാലന്റെ സ്വഭാവം പെട്ടെന്ന് ആർക്കും പിടിക്കത്തില്ലല്ലോ. ഏതായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നവരെ അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ബാലനും ആ ഒരു ഇതായതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷിയുടെ അച്ഛന് പിടിച്ചിട്ടില്ല. ഏതായാലും ഈ കാറ് കണ്ട ഉടനെ തന്നെ നമ്മുടെ ആകാശം അങ്ങ് മയങ്ങി പോവാണ് കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോൾ ആരാണെങ്കിലും മയങ്ങും. സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്തത് ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും ഭാര്യ വീട്ടുകാരോടൊരു സ്നേഹം വരും, അത് വേറെ കാര്യം. അപ്പൊ അത് കണ്ടിട്ട് ഇങ്ങനെ മയങ്ങി നിൽക്കുക. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിത്രേനെ ആര്യൻ ഇറക്കി വിട്ടിട്ട് ആര്യൻ പതുക്കെ മാറി ഒരു സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അലോഹ് വിളിക്കുന്നുണ്ട് കേട്ടോ. മിഥുനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആര്യന്റെ കാര്യം ഒന്ന് സെറ്റ് ആക്കണം എന്ന്. അപ്പം പറഞ്ഞു, എൻ്റെ കല്യാണം അടുത്തിരിക്കുകയാണ്, ഇന്ന് ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞു. പക്ഷെ അതെന്താണ് നീ എന്നെ വിളിക്കാതിരുന്നത്? നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഞാനും കൂടി ഒന്ന് കണ്ടേനല്ലോ എന്നൊക്കെ നമ്മുടെ അലോഹ് പറയുന്നുണ്ട് കേട്ടോ.
ഏതായാലും അലോഹിനെ അറിയില്ലല്ലോ മിത്രേനെയാണെന്ന്. ഏതായാലും നമ്മുടെ അലോഹ് വേറൊന്നിനും അല്ല വിളിച്ചത്, നമ്മുടെ ആര്യനെ ശരിയാക്കണം, എന്നിട്ട് മിത്രനെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറയാൻ വേണ്ടിയാ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വെച്ചിട്ടാണ് ആ ഒരു കാട്ടിനകത്ത് നമ്മുടെ മിഥുൻ ഇരിക്കുന്നത്. അങ്ങോട്ടേക്കാണെങ്കിലോ നമ്മുടെ മിത്രയും കടന്നു ചെല്ലുകയാണ്. ആര്യനാണെങ്കിൽ പുറകെ കാട്ടിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കടന്നു വരുന്നത്. അങ്ങനെ മിത്ര കടന്നു ചെല്ലുന്നു, ആര്യൻ സൈഡിൽ കൂടെ കടന്നു വരുന്നു. നമ്മുടെ മിഥുനാണെങ്കിൽ കാത്തിരിക്കുന്നു. മിഥുൻ കുറെ നേരം ഇരുന്നിട്ടും കാണുന്നില്ല. മിഥുന് പേടി തുടങ്ങി, ഇനിയിപ്പോൾ വരാതിരിക്കുമോ എന്ന്. അതെല്ലാം അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മിത്ര വരുന്നത് മിഥുൻ കാണുകയാണ്. മിഥുന് സന്തോഷമായി, മിഥുൻ എണീറ്റ് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് മിത്ര അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അടുത്ത് മിത്ര വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനെ അങ്ങ് മാറ്റി വിട്ടു കേട്ടോ. എന്നിട്ട് നമ്മുടെ മിഥുൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു, ദൈവം ഉണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, കാരണം ദൈവമാണ് നമ്മളെ ഒന്നിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടാണ് നമ്മുടെ മിത്ര നിൽക്കുന്നത്. മനസ്സിൽ വല്ലാത്ത പേടിയുണ്ട്. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ നമ്മൾ ഇന്ന് വൈകിട്ട് പറയുന്നതായിരിക്കും, നാളത്തെ പ്രേമ വിശേഷമായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.